ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, കളർ ഡ്രസ്സാണ്. അപ്പോൾ നാളെ നല്ല ജൂൺ 5 പരിസ്ഥിതി ദിനമായതുകൊണ്ട് നമുക്ക് ചെടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇന്ന് നമ്മൾ വീട്ടിൽ പോകുന്നത്. നമ്മളല്ല ഗൈസ്, ഇല്ല ഞാൻ മാത്രം, ഇവളില്ല കേട്ടാ. ഇവള് അനാഥയാണ്, ഇവൾക്ക് സങ്കടമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കാര്യം ഞാൻ ഇവളെ സമാധാനിപ്പിക്കാറുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഒരു ലോങ് വീഡിയോ വൈകാതെ തന്നെ അർച്ചനയ്ക്കായിട്ട് വേണ്ടി വരും. അതെന്തായാലും സർപ്രൈസാണ് ഗൈസ്. അത് എപ്പോഴാണ് വരികയെന്നും സർപ്രൈസാണ്. ആരെങ്കിലും ഊഹിക്കാനുണ്ടെങ്കിൽ ഊഹിച്ചു ഗൈസ്. ഇപ്പോൾ മഴയാണ് കേട്ടോ. എൻ്റെ ബാഗിൽ കുടയുണ്ട്, പക്ഷെ എന്താ ഞാൻ കുട എടുക്കില്ല. ഗൈസ് കണ്ട എടപ്പാട് ഫുള്ളും മഴയാണ്. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. എല്ലായിടത്തും ഇപ്പം മഴയാണെന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ വെറുതെ പറഞ്ഞതാ ഗായ്സ്. ഇവിടെ വെച്ചിട്ടില്ലേ അർച്ചന വീണുണ്ട് കേട്ടോ. ഈ മഴ എനിക്ക് മഴയായെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാണ് ഓർമ്മ വരിക കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ നടക്കുക. എനിക്ക് എന്തെങ്കിലും പറ്റിയ അതിനുള്ള ഉത്തരവാദി ഇവിടായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും കാണണം. ഇല്ലെങ്കിൽ ബ്ലാക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിതാ ക്യാബിനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടാണല്ലോ നമ്മളെത്തിയത്. ബാഗൊക്കെ വെച്ചിട്ട് ഞാനിതാ സിസ്റ്റം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളെ സിസ്റ്റം ഇതാ ഓണാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് ഓണായി. ഇപ്പം തന്നെ ID കാർഡൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ID കാർഡ് ഇല്ല, കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കളർ ഡ്രസ് ഇല്ല. അപ്പോൾ നമ്മൾ ID കാർഡ് ഇല്ല. രാവിലെ തന്നെ കുറച്ച് വന്നപാട് നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. അപ്പം അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീ ടൈം ആയത്. അപ്പം ഞാൻ എടുക്കുന്നത് നെയ്യപ്പമാണ് കേട്ടോ. അപ്പം നെയ്യപ്പമാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതെല്ലാവരും ഉണ്ട്. ഇവിടുത്തെ ശരണ്യൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേനും തന്നെ ഫുഡ് കഴിക്കാൻ സമയമുണ്ട് കേട്ടോ. അതായത് 1 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം എന്നുള്ള ഒരു ആക്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞോട്ടെ. അപ്പം ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളത്തെ മുകളിലേക്ക് വന്ന് ഈ മിററിൽ കുറച്ച് പട്ടി ഷോ കാണിക്കുകയാണ് കേട്ടോ. ഇതാണിപ്പോൾ എൻ്റെ ഒരു ഇത് കേട്ടോ. പിന്നെ ഫോൺ കേസിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. സൈഡൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഒരു മഴ കഴിഞ്ഞിട്ട് ഉള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരം വെട്ടി വീട് പോലുണ്ട് ഇവിടുത്തെ വെളിച്ചം. പിന്നെ നമ്മൾ കുറച്ച് നേരം പണിയെടുക്കുമ്പോഴത്തേനും ടീ ടൈം ആയിട്ടുണ്ട്. എഗെയിൻ ഈവനിങ്ങിൻ്റെ ഒരു ടീ ടൈം ആയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നത് കേക്ക് കട്ടിങ് ഉണ്ടെന്ന്. അവിടെ മറ്റേത് വെച്ചിട്ടുള്ള ഇവിടെ മഴക്കാറായതുകൊണ്ട് അത്ര ലൈറ്റ് ഇല്ലാട്ടോ. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് കേക്ക് കട്ടിങ് ആണ് കേട്ടോ. കഴിഞ്ഞ മന്തിൽ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ ശരണ്യൊക്കെ ഇവിടെ ഇതില്ലേ ചിന്താവിഷ്ടയായ രുക്മണിയാ എന്തോ ആയിക്കോട്ടെ. എനിക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ എത്രയോ സമയം തരും. ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ പ്രകാശമുണ്ട്. കേക്ക് കട്ടിങ് നമ്മൾ കേക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മഴ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ വീട്ടിലേക്ക് പോകണം. പക്ഷെ ഇവിടെ ആണെങ്കിൽ ആർമേഘങ്ങൾ കണ്ടാവും, ഫുള്ള് ഇരുണ്ട് നിൽക്കുക. മഴ വീട്ടിലേക്ക് പോകാൻ സമയമായി. ഇപ്പം മഴയില്ല. ഞാൻ പോകുന്ന വരെ മഴയില്ലാതിരുന്നാൽ മതി. കുടയൊക്കെ ഉണ്ടെങ്കിലും തന്നെ ഇത് കണ്ടോ. കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അവർ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ന്യൂ ജോയിനി ഉണ്ടായിരുന്നു. ഒട്ട് കേക്ക് കട്ടിങ്ങിന് മുന്നായിട്ട് ന്യൂ ജോയിനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ഇതാണ് ആള്, പുതിയ ആള്. അത് കഴിയുമ്പോഴത്തേനും തന്നെ നമ്മുടെ രാധേച്ചി കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മാസം, അതായത് മെയ് മന്തിൽ ആരൊക്കെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അവരുടെ. അപ്പോൾ നമ്മൾ ആ ബർത്ത്ഡേൻ്റെ ആ ഡേ തന്നെ കേക്ക് കട്ട് ചെയ്യില്ല കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്ക് ആ ഒരു ഇതിലായിരിക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ശരണേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ശരണേച്ചിയും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും 2 കേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ബർത്ത്ഡേക്കുള്ളത്. അപ്പം ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് എൻ്റെ ബർത്ത്ഡേ എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ കേക്ക് കട്ടിങ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. ശരണേച്ചി എന്ത് കത്തിയൊക്കെ പിടിച്ചിട്ട് കട്ട് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞു. ശരണേച്ചി എനിക്ക് അവിടെ നിന്ന് കേക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ സിന്ധിച്ച് വരുന്നുണ്ട്, കേക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പ്ലേറ്റ് ഫുള്ളും കാലിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേബിളിൽ തന്നെ അത് തീർന്നിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേനും ഞാൻ എന്താ ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ട് ഞാൻ ഇറങ്ങുമെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ ചെടി ഭദ്രമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെടി അവിടെ സൈഡ് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഈ ബസ്സിൽ എന്നെക്കാളും ഷോക്കുള്ള പാട്ടുകളായിട്ട് കൊണ്ടിരിക്കണം.
പാലക്കാട് ബസ്സും നിൽക്കുന്നുണ്ട്. ചെടികളുടെ ഞാൻ ഈ ബസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ബസ്സിൻ്റെ മുന്നിൽ വേറൊരു ബസ് ഉണ്ട് അത്ര, അതുകൊണ്ട് അവർ ആ ഡോർ ഓപ്പണിങ്ങിൽ ചേച്ചി വേറെ ബസ് ഉണ്ട് എന്നിട്ട് ഇതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. വല്ലാത്തൊരവസ്ഥ, മഴയാണെങ്കിൽ ചാറിക്കൊണ്ടേ ഇരിക്കും അവസ്ഥ. അപ്പോൾ ആ ബസ് ഇല്ലെന്ന് തോന്നുന്നു, നമ്മൾ ഈ ബസ്സിൽ തന്നെ കയറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നനഞ്ഞിതാണ് അവസ്ഥ. ഈ മഴക്കാലം എനിക്കാണെങ്കിൽ ജനലൊക്കെ അടച്ചിരുന്ന് ശ്വാസം കിട്ടുന്ന വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മറ്റേ ബസ്സിൽ ഫുള്ള് ഉറങ്ങുമായിരുന്നു. ഞാനത് എവിടെ പരിപാടി തെറ്റാൽ തന്നെയാണ് അവസ്ഥ. ബ്ലോക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ മേപ്പറമ്പ് എത്തിയിട്ട്, അപ്പോൾ ഏകദേശം പാലക്കാട് എത്തി. ഏകദേശം അല്ല, പാലക്കാട് എത്തി. ഇപ്പോൾ സ്റ്റോപ്പ് എത്താൻ കുറച്ച് നേരം കൂടെ. ഇപ്പോൾ സമയം 7:59, 8 മണി സമയം. ഇനി എത്തിയിട്ടില്ല, ഞാൻ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടില്ല. ഇപ്പം എന്തായാലും സ്റ്റാൻഡിൽ അനിയനുണ്ടാവും. ഒരു 8:30 8:15 ആകുമ്പോൾ വീടെത്തും. 8:30 8:15. ഇവ ട്രൗസർ ഇട്ടാ വന്നിട്ട് അവിടെ എന്താ ആംബുലൻസ് ഗൈസ്, അവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അവിടെ ആംബുലൻസ് നിൽക്കുന്നുണ്ട്. സ്റ്റാൻഡാണ്. ഈ ഹെൽമെറ്റ് ഇഷ്ടമല്ല കേട്ടോ, എനിക്കിതൊന്നും തോന്നുന്നില്ല. അപ്പോൾ ആംബുലൻസിൻ്റെ ആക്സിഡൻറ്റ് ആയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം എന്താ ചെടിയൊക്കെ വെച്ചിട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം ഞാൻ എൻ്റെ മേത്തൊന്നും ആ ചെടിയിലെ ഒരു വെള്ളവും ചെളിയോ ഒന്നും തട്ടാതെ നമ്മൾ അവിടെ വരെ പാലക്കാട് വരെ എത്തിച്ചായിരുന്നു. പക്ഷെ നമ്മൾ ഈ വണ്ടിയിൽ പോകുമ്പോൾ ആ ചെടി അങ്ങോട്ട് മേലത്ത് വെച്ചിട്ട് ഡ്രസ്സിൽ അങ്ങനെ നാശമായിരുന്നു കേട്ടോ. ചെളി അങ്ങോട്ട് പറ്റിയിട്ടുണ്ട്. എന്താ അച്ഛമ്മ പറഞ്ഞു, നീ അത്രയും ദൂരം നിന്ന് കൊണ്ടുവന്നത് എവിടെ വെക്കുന്നതെന്നൊക്കെ എന്നോടത്ത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വെക്കാം അച്ഛമ്മ, സെറ്റ് ആക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്ഛമ്മ ഒരു തംസപ്പ് ഇപ്പം കാണിക്കണ്ട. അപ്പോൾ കണ്ട അച്ഛമ്മ ഇപ്പോൾ ഫുള്ളും വേറെ ലെവല്. പിന്നെ നമ്മൾ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കസിൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരു റൂമിൽ ഇരുന്നിട്ട് അമ്മനെ ഉറങ്ങാൻ വിടാതെ നമ്മളിങ്ങനെ എന്താ പറയുക പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്